എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. ഏതു പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളിലാണ് ഇന്ത്യൻ നോട്ടുകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതു സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ? ഒഡീഷയിലെ ഒരു ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂറാണ് മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം എന്ന ബാക്ടീരിയയാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. 3:2 ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് എന്നതായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് നടപ്പാക്കിയ ജില്ല കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ 1953 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് നടപ്പാക്കിയത്. തീരദേശ സംരക്ഷണ ദിനം എന്നാണ്? ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനം. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഏത് താലൂക്കായിരുന്നു കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കായിരുന്നു കൂട്ടിച്ചേർത്തത്. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന പേരിൽ അറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ് കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ് ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി.
ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഭക്രാനങ്കൽ. ഭക്രാനങ്കലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് യൂനിസ്. മുഹമ്മദ് യൂനിസ് ആണ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി. കബനി നദിയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. 20 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കേണ്ടത്. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിതയാണ് KC ഏലമ്മ. KC ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. പെഡോളജിയാണ് മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ. ഫ്രാങ്കോയി മാർട്ടിനാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മല. അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. ഇടമലക്കുടി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടൽ. ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കേളപ്പനെ പറ്റി പറഞ്ഞതാര്? കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കേളപ്പനെ പറ്റി പറഞ്ഞത് സുകുമാർ അഴീക്കോട്. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കേളപ്പനെ പറ്റി പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക. ദീപിക പത്രമാണ് പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. ഏതിൻ്റെ അയിരാണ് ഗലീന? ഏതിൻ്റെ അയിരാണ് ഗലീന? കറുത്തീയം. കറുത്തീയത്തിൻ്റെ അയിരാണ് ഗലീന. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ജൈവഘടികാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി.
പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. കേരളത്തിലെ ആകെ നദികൾ. കേരളത്തിലാകെ എത്ര നദികളാണ്? 44 നദികൾ. 44 നദികളാണ് കേരളത്തിൽ ആകെ ഉള്ളത്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ. കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. വികിരണമാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പി ടി ഉഷ. പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് നവഭാരതത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൂലന്നൂർ സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ്? ചൂലന്നൂർ സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? മയിൽ. ചൂലന്നൂർ സങ്കേതം മയിലിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗ. NW1 ദേശീയ ജലപാത ഗംഗ നദിയിലൂടെയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററാണ്? ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററാണ്? 1.852 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1.852 കിലോമീറ്ററാണ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? ഏഷ്യാഡ്. ഏഷ്യാഡിൻ്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത്. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരവുമായിട്ടാണ് കരിന്തണ്ടൻ എന്ന പേര് ബന്ധപ്പെട്ടിരിക്കുന്നത്. GST കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് GST കൗൺസിലിൻ്റെ ആസ്ഥാനം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയത് കേരളത്തിൽ നമ്പൂതിരി സമുദായത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭക്രാനങ്കൽ കനാൽ പ്രൊജക്റ്റ് ആരംഭിച്ചത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭക്രാനങ്കൽ കനാൽ പ്രൊജക്റ്റ് ആരംഭിച്ചത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭക്രാനങ്കൽ കനാൽ പ്രൊജക്റ്റ് ആരംഭിച്ചത്. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് ലോക അൽഷിമേഴ്സ് ദിനം
സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന. സർവേ ഭവന്തു സുഖിന എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത്? ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത്? ആസാം. ആസാം സംസ്ഥാനത്തിലാണ് ബിഹു ആഘോഷിക്കുന്നത്. പഞ്ചാബി ഭാഷയുടെ ലിപി. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപി. ഗുരുമുഖി ലിപിയാണ് പഞ്ചാബി ഭാഷയുടെ ലിപി. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. നൈട്രജനാണ് അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. മനുഷ്യ ശരീരത്തിൽ ആകെ 206 അസ്ഥികളാണുള്ളത്. ലോകബാങ്കിൻ്റെ ആപ്തവാക്യം. ലോകബാങ്കിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി. ലോകബാങ്കിൻ്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ്. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലി ലിറ്റർ. 300 മില്ലി ലിറ്ററാണ് ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ്. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട്. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷനാണ് സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട്. വാഹനങ്ങളുടെ വൈപ്പറിൻ്റെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? വാഹനങ്ങളുടെ വൈപ്പറിൻ്റെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ദോലനം. വാഹനങ്ങളുടെ വൈപ്പറിൻ്റെ ചലനം ദോലന ചലനത്തിന് ഉദാഹരണമാണ്. ഡോളമൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഡോളമൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മാഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ അയിരാണ് ഡോളമൈറ്റ്. ഒളിമ്പിക് ചിഹ്നത്തിൻ്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഒളിമ്പിക് ചിഹ്നത്തിൻ്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? വൻകരകളെ. ഒളിമ്പിക് ചിഹ്നത്തിലെ വളയങ്ങൾ വൻകരകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ട്യൂബിൻ്റെ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും പേസ്റ്റ് പുറത്തു വരുന്നത് ഏത് തത്വത്തിന് ഉദാഹരണമാണ്? നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ട്യൂബിൻ്റെ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും പേസ്റ്റ് പുറത്തു വരുന്നത് ഏത് തത്വത്തിന് ഉദാഹരണമാണ്? പാസ്കൽ തത്വം. നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ട്യൂബിൻ്റെ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും പേസ്റ്റ് പുറത്തു വരുന്നത് പാസ്കൽ തത്വത്തിന് ഉദാഹരണമാണ്. ഏതിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്? ഏതിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്? പ്ലാറ്റിനം. പ്ലാറ്റിനത്തിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം 1963. 1963 ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ചത്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ഇന്ത്യയിൽ ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഉദാഹരണം. മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഒരു ഉദാഹരണമാണ് ചന്ദനം. ചന്ദനമരമാണ് മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഒരു ഉദാഹരണം. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നി. ദയാറാം സാഹ്നിയാണ് ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്.
ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക്. നാസിക്കിലാണ് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി? കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. അന്ന ചാണ്ടി ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. സിറ്റി യൂണിയൻ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ്. രാജ് നാരായൺ ബോസ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്? 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. അംശി നാരായണപിള്ളയുടെ രചനയാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. റഷ്യയുടെ സഹകരണത്തോടെയാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത്. കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ? കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ്. സൂപ്പർ ബഗ് ആണ് കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്? വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവാണ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര്? ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര് ആംപ്ലിയോപ്പിയ. ആംപ്ലിയോപ്പിയയാണ് ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറായിരുന്നു മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി? മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി അറിയപ്പെടുന്നത് കാർബൺ നികുതി. കാർബൺ നികുതി എന്ന പേരിലാണ് മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.